കാശ് വേണം. ഹലോ പൊളേട്ടാ, ഞാനാ. പൊളേട്ടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. ഇവർക്കെന്തോ പ്രശ്നമുണ്ട് പൊളേട്ടാ. എനിക്കൊട്ടും വയ്യ. ഇങ്ങനൊരു പരാതി ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. മുമ്പ് വന്നിട്ടുള്ള നഴ്സുമാരൊക്കെ ഓക്കെ ഇല്ല പൊളേട്ടാ, ഇവരെന്നോട് പറഞ്ഞു ഇതിനു മുന്നേ ഇവിടെ നിന്നവരൊക്കെ പേടിച്ചിറങ്ങി പോയതാണെന്ന്. അതൊരു കേസ്, ബാക്കി എല്ലാരും ഓക്കെ ആയിരുന്നു. എനിക്കൊട്ടും ഇവിടെ പറ്റത്തില്ല പൊളേട്ടാ. എനിക്ക് വേറൊരു സ്ഥലം ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? ഇതിപ്പോ നീ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? നീ എനിക്ക് ഒരാഴ്ച ടൈം താ, ഞാൻ എന്തായാലും ഒന്ന് ശരിയാക്കാം. ഒരാഴ്ച നിന്ന് കഴിഞ്ഞവര് അതിന്റെ ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിയായല്ലോ. ഒരാഴ്ചയും കൂടെ നീ പിടിച്ചിരിക്കും, ശമ്പളം കിട്ടും, ഒത്തൊരു വീടും തരപ്പെടുത്താം. ആ ശരി, ഓക്കെ ഓക്കെ. പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കേ റോണി. ആ ശരി പൊള്ളേട്ടാ. ശരി മോനെ. ഇന്നലെ രാത്രി പുറത്തെന്ത് ചെയ്യുമായിരുന്നു? ഇന്നലെ മഴ പെയ്യുമല്ലായിരുന്നു. റബ്ബർ ഷീറ്റ് പോരെ കൊണ്ടിടാൻ പോയതാ. ഓ, നീ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? ഞാൻ കണ്ടായിരുന്നു. എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ വരുമായിരുന്നല്ലോ. പട്ടി അഴിച്ചു വിട്ടേക്കുമായിരുന്നു. എന്ത് തീരുമാനിച്ചു? ഞാൻ നിൽക്കാം. വാ, ഭക്ഷണം ഉണ്ടാക്കാം. നടക്ക. വീണ്ടും 4-5 ദിവസം കടന്നുപോയി. ഉറക്കം കിട്ടാൻ ഗുളിക കഴിക്കേണ്ട അവസ്ഥയായി. ഗ്രാനിയുടെ പെരുമാറ്റം നോർമലായിരുന്നു. ചിരിക്കാനും